ബ്ലോക്ക് 1 ഫൗണ്ടേഷൻസ് ഓഫ് എത്തിക്സ്. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു എത്തിക്സ്. അണ്ടർസ്റ്റാൻഡിംഗ് എത്തിക്സ്, ധാർമ്മികതയെ മനസ്സിലാക്കൽ. എത്തിക്സ് എന്ന പദം ഗ്രീക്ക് ഭാഷയിലെ എഥോസ് എന്നതിൽ നിന്നും വന്നതാണ്. ഇതിൻ്റെ അർത്ഥം സ്വഭാവം, ശീലം, ആചാരം എന്നിവയാണ്. അതുപോലെ മോറൽ എന്ന പദം ലാറ്റിൻ ഭാഷയിലെ മോസ് എന്നതിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥവും ആചാരം, പെരുമാറ്റ രീതി എന്നിവ തന്നെയാണ്. അപ്പോൾ എഥോസ്, മോർസ് മനസ്സിലാക്കി വെക്കുക. അതിനാൽ ധാർമ്മിക എന്നത് മനുഷ്യരുടെ പ്രവൃത്തികൾ ശരിയാണോ തെറ്റാണോ എന്നതിനെ അടിസ്ഥാനമാക്കി പഠിക്കുന്ന ശാസ്ത്രമാണ്. അതായത് എത്തിക്സ് എന്നത് മനുഷ്യരുടെ പ്രവൃത്തികൾ ശരിയാണോ തെറ്റാണോ എന്നതിനെ അടിസ്ഥാനമാക്കി പഠിക്കുന്ന ശാസ്ത്രമാണ്. ശരിയും തെറ്റും തമ്മിൽ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യത്തിൽ ആളുകൾ എന്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നു എന്നതും ഇത് പരിശോധിക്കുന്നു. ധാർമ്മികതയുടെ ലക്ഷ്യം ഏതാണ് നല്ലത്, ഏതാണ് തെറ്റ് എന്നതിനെ മനസ്സിലാക്കാനും ആളുകൾ നല്ല പ്രവൃത്തികളിലേക്ക് വഴിമാറാനും സഹായിക്കാനുമാണ്. തത്വചിന്തയിൽ ധാർമ്മികതയെ മോറൽ ഫിലോസഫി എന്ന് വിളിക്കുന്നു. കാരണം ഇത് മൂല്യങ്ങൾ, ആശയങ്ങൾ, ശരി തെറ്റ്, പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു. ആൻഷ്യന്റ് വെസ്റ്റേൺ എത്തിക്സ്. പ്രാചീന പശ്ചിമ ധാർമ്മിക ചിന്ത. പാശ്ചാത്യ ലോകത്ത് നൈതിക ചിന്തയുടെ തുടക്കം പുരാതന ഗ്രീസിലാണ്. ധാർമ്മികതയെ യുക്തിചിന്തയിലൂടെ കണ്ടെത്താൻ ശ്രമിച്ച ആദ്യഘട്ടമാണിത്. സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവരാണ് ഈ ഒരു പീരീഡിലുള്ളത്. സോക്രട്ടീസ് ആളുകളെ അവരുടെ വിശ്വാസങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചപ്പോൾ നന്മ, നീതി, സത്യം എന്നീ ആശയങ്ങൾക്കു ബുദ്ധിപരമായ വിശദീകരണം ആവശ്യമാണ് എന്ന് പറഞ്ഞു. അതാണ് സോക്രട്ടീസ് പറയുന്നത്. അതേപോലെ പ്ലേറ്റോ നന്മ ഒരു പരമമായ സത്യത്തിൻ്റെ ഭാഗമാണെന്ന് ചൂണ്ടിക്കാട്ടി. അരിസ്റ്റോട്ടിൽ നല്ല ശീലങ്ങളും സദ്ഗുണങ്ങളും വളർത്തിയാൽ മനുഷ്യൻ ഒരു നൈതിക ജീവിതം നയിക്കാമെന്ന് പഠിപ്പിച്ചു. മിഡീവിയൽ വെസ്റ്റേൺ എത്തിക്സിൽ വരുന്നത്, മധ്യകാലത്തിൽ വരുന്നത് സെൻറ്റ് അഗസ്റ്റിൻ, തോമസ് അക്വിനാസ്. ധാർമ്മികത മതവും ക്രിസ്ത്യൻ വിശ്വാസങ്ങളും അടിസ്ഥാനമാക്കിയ കാലഘട്ടമാണിത്. ഇനി മോഡേൺ വെസ്റ്റേൺ എത്തിക്സ് നോക്കുകയാണെങ്കിൽ അതിൽ റെനെ ഡെസ്കാർട്സ്, തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, ഇമ്മാനുവൽ കാന്ത്, ജെറമി ബെന്താം, ജോൺ സ്റ്റുവർട്ട് മിൽ ഇവരെല്ലാം മോഡേൺ വെസ്റ്റേൺ എത്തിക്സിൽ വരുന്നവരാണ്. ധാർമ്മികത മതത്തിൽ നിന്ന് യുക്തിയിലേക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കും മാറിയ കാലമാണിത്. ആധുനിക കാലത്ത് മനുഷ്യബുദ്ധിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഡെസ്കാർട്സ് യുക്തിക്ക് മുൻതൂക്കം നൽകി. ഹോബ്സ് മനുഷ്യനെ സ്വാർത്ഥനായി കണ്ടു. സമൂഹത്തിൽ ക്രമം നിലനിർത്താൻ നിയമങ്ങളും നൈതിക നിയമങ്ങളും ആവശ്യമാണെന്ന് പറഞ്ഞു. ഓരോരുത്തരും പറഞ്ഞത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഡെസ്കാർട്സ് ആണെങ്കിൽ യുക്തിക്ക് മുൻതൂക്കം നൽകി. ഹോബ്സ് ആണെങ്കിൽ മനുഷ്യനെ സ്വാർത്ഥനായി കണ്ടു. ലോക്ക് മനുഷ്യാവകാശങ്ങളെ, ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം, സ്വത്ത് എന്നിവ അടിസ്ഥാനമാക്കി നൈതികത വിശദീകരിച്ചു. അതാണ് ലോക്ക് ചെയ്തത്. അതുപോലെ തന്നെ കാന്ത് പറയുന്നത് ഒരു പ്രവൃത്തി ഫലം കാരണമല്ല, മറിച്ച് കടമയും സർവ്വസാധാരണ നിയമവും അടിസ്ഥാനമാക്കിയാൽ മാത്രമേ അത് നൈതികമാകൂ എന്നായിരുന്നു. ബെന്തമും ജോൺ സ്റ്റുവർട്ട് മില്ലും സന്തോഷം കൂടുതൽ ആളുകൾക്ക് ലഭിക്കുന്നതാണെങ്കിൽ അതാണ് നല്ല പ്രവൃത്തി എന്ന ഉപയോക്തവാദം മുന്നോട്ട് വെച്ചു. യൂട്ടിലിറ്റേറിയനിസം എന്താണെന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വെക്കണം. മാർക്സ് നൈതികതയെ സമൂഹത്തിൻ്റെ സാമ്പത്തിക ഘടനയുമായി ബന്ധിപ്പിച്ചു. ഇന്ത്യൻ തത്വചിന്തയിൽ ബുദ്ധൻ അഷ്ടാംഗമാർഗം വഴി ശരിയായ ജീവിത രീതി പഠിപ്പിച്ചു. കൗടില്യൻ തൻ്റെ അർത്ഥശാസ്ത്രത്തിൽ നല്ല ഭരണത്തിനുള്ള നൈതികത തുറന്നുകാട്ടി. ഗാന്ധിജിയുടെ അഹിംസയും സത്യാഗ്രഹവും നൈതികതയെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റി. സ്വാമി വിവേകാനന്ദനാണെങ്കിൽ മനുഷ്യനെ സേവിക്കുന്നതിലാണ് ഏറ്റവും വലിയ ധർമ്മമെന്ന് പഠിപ്പിച്ചു. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് എത്തിക്സ്. നൈതികതയുടെ സ്വഭാവം, നേച്ചർ ഓഫ് എത്തിക്സ്. നൈതികത മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലെ ശരിയും തെറ്റും പഠിക്കുന്ന ശാസ്ത്രമാണ്. ഇത് മനുഷ്യൻ്റെ സ്വഭാവം, ഉദ്ദേശ്യം, ഉത്തരവാദിത്തം, മൂല്യങ്ങൾ എന്നിവ പരിശോധിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ശരിയാണ്, എന്ത് തെറ്റാണ് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും നൈതികത സഹായിക്കുന്നുണ്ട്. ഇത് ഒരു ഡിസ്ക്രിപ്റ്റീവ് ശാസ്ത്രമല്ല, നോർമേറ്റീവ് ശാസ്ത്രമായി എന്ത് ചെയ്യേണ്ടതാണ് എന്നതിനെ മുൻനിർത്തിയാണ് പ്രവർത്തിക്കുന്നത്.